ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്നൊരു പ്ലേറ്റഡ് കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമായിട്ട് കാണിക്കുന്നത്. അതിനായിട്ട് 3.5 മീറ്റർ റയോൺ മെറ്റീരിയലും 2.5 മീറ്റർ ക്രൈപ്പുമായിട്ട് എടുത്തിട്ടുള്ളത്. 26 ഇഞ്ച് മുതലാണ് ഇതിന് പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 28 ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു ക്ലോത്തിൽ എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചിനും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 5.5 ഇഞ്ചിനും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ചിലുമാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇനി ഷോൾഡർ 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് ചരിച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് 7 ഇഞ്ചിൽ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയെടുക്കാം. ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് 36 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ 4/1 ഭാഗത്തിലൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പിനായി കൂട്ടിയെടുത്തിട്ട് 11 ഇഞ്ചിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തി. ഇനി ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ഷേപ്പിൻ്റെ അളവ് കൂടി അടയാളപ്പെടുത്തിയെടുക്കാം. ആ ഒരു ഭാഗത്ത് അളവ് വരുന്നത് 32 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ 4/1 ഭാഗത്തിലൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ 2 പോയിന്റുകളൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ 5 ഇഞ്ച് മുകളിലേക്ക് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് വീതി ഞാൻ എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കൂടുതൽ വീതി എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുത്തിക്കൂടി നിൽക്കുന്നുള്ളതുകൊണ്ട് ഇത്ര തന്നെ മതിയാവും കേട്ടോ. ഇനി മാർക്ക് ചെയ്തതിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ചാണ്. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി 26 ഇഞ്ച് 46-ൽ നിന്ന് മൈനസ് ചെയ്താൽ 20 കിട്ടുന്നത്. അപ്പോൾ 10 ഇഞ്ചിലുള്ള 2 പീസുകളിലായിട്ടാണ് ഇതിന് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ചാണ്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി 26 ഇഞ്ച് 46-ൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്നത് 20. 20 ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്കിതിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. 2 ലെയറായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടതിനാൽ നമുക്ക് 10 ഇഞ്ചിലൂടെ 2 ഇഞ്ച് കൂടി തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് 12 ഇഞ്ചിലുള്ള 5 പീസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. മുകളിലേക്ക് 2ഉം താഴേക്ക് 3ഉം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഞാനിത് ഇതുപോലെ ചെറുതായി മടക്കിയെടുത്തിട്ടുള്ളത്. സ്ലീവ് ലെങ്ത്ത് വേണ്ടത് 19 ഇഞ്ചാണ്. തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 21 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടതിനാൽ താഴ്ഭാഗത്ത് 7 ഇഞ്ചിലാണ് ഞാൻ വീതി എടുക്കുന്നത്. ഇനി മടക്ക് വശത്ത് നിന്ന് ഇതുപോലെ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് 3 ഇഞ്ച് താഴേക്കും കൂടി അടയാളപ്പെടുത്തിയെടുക്കും. ഇനി ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. (46 ഇഞ്ച് ലെങ്ത്തിൽ ലൈനിങ് എടുത്ത് മടക്കി എടുത്തതിന് ശേഷം ടോപ്പ് അതിന് മുകളിലായിട്ട് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ലൈനിങ്ങിൻ്റെ മുകളിൽ ടോപ്പിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ നെക്കൊന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു ഭാഗത്ത് ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം കത്രിക ഉപയോഗിച്ചിട്ട് സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ട് നെക്ക് പതിച്ച് തയ്ക്കാം. ഇനി സ്ലീവിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സേഫ്റ്റി പിന്നോ ഈർക്കിലോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക്കിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ലൈനിങ്ങുമായിട്ട് കൂട്ടിയടിച്ചെടുത്തിട്ടുള്ള ടോപ്പിലേക്ക് നമുക്ക് ഇതിൻ്റെ സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്തെടുക്കാം. ശേഷം ടോപ്പിൽ അളവുകൾ മാർക്ക് ചെയ്തിട്ട് ആദ്യം ഒരു സൈഡ് കൂട്ടി യോജിപ്പിച്ചെടുക്കാം.
ഇത് താഴ്ഭാഗം വരെ കൂട്ടിയടിക്കാതെ ടോപ്പിൽ നിന്ന് ഒരു 4 ഇഞ്ച് മുകളിലായിട്ട് കുത്തി നിർത്തിയിട്ട് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇത് രണ്ടും വേറെ വേറെ ആയിട്ടാണ് കേട്ടോ കൂട്ടിയടിക്കേണ്ടത്. ഇനി ടോപ്പിൻ്റെ താഴ്ഭാഗം 1/2 ഇഞ്ച് വീതിയിലൊന്ന് 2ആയി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ട പീസിൻ്റെ ഒരു ഭാഗം എത്രത്തോളം ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് ഇതുപോലെ ഞെറിവുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു പീസിൻ്റെ മുകളിലും 1/2 ഇഞ്ച് മുകളിലേക്ക് അതിനുശേഷം നമുക്ക് ടോപ്പിൻ്റെ മറ്റേ വശം കൂടി ഒന്ന് ചേർത്തടിച്ചെടുക്കണം. ഇതാട്ടെ നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.